സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ വരവിന് മുൻപ് നാട്ടിലുള്ള സാധാരണ ആശുപത്രികൾ കൈയൊഴിയുന്ന കേസുകളുടെ അവസാന ആശ്രയമായിരുന്നു വെല്ലൂർ മെഡിക്കൽ കോളേജ്. അവിടെ എത്തിയാൽ രോഗികൾ രക്ഷപ്പെടുമെന്ന ഒരു വിശ്വാസവും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വെല്ലൂർക്ക് കൊണ്ടുപോയിട്ടും രക്ഷയുണ്ടായില്ല എന്ന് പറഞ്ഞു കേട്ടാൽ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു എന്ന ധ്വനി അതിൽ അടങ്ങിയിരുന്നു. ഈ മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ടായി എന്നറിയുമോ? പറയാം. ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിത ദൗത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരും. ചില സന്ദർഭങ്ങളിൽ നാം അനുഭവിക്കുന്ന നിസ്സഹായാവസ്ഥ പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രചോദനവും ആകാറുണ്ട്. തങ്ങളുടെ പോരായ്മകളെയും ദൗർബല്യങ്ങളെയും കരുത്താക്കി മാറ്റിക്കൊണ്ട് വിജയിച്ച നിരവധി പ്രതിഭകൾ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുമുണ്ട്. 1794 ഒരു രാത്രിയിൽ താൻ അനുഭവിച്ച നിസ്സഹായാവസ്ഥയാണ് ഇഡാ സോഫിയ സ്കഡർ എന്ന അമേരിക്കക്കാരിയെ ശ്രേഷ്ഠമായൊരു ദൗത്യത്തിനായി ഇറങ്ങി പുറപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. അമേരിക്കൻ മിഷണറി പ്രവർത്തകനും ഡോക്ടറുമായ ജോൺ സ്കഡറുടെ പുത്രി ഇഡാ സ്കഡർ 1870 തമിഴ്നാട്ടിലെ ദിണ്ടിവനം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് പോയെങ്കിലും പിതാവിനെ സഹായിക്കാനായി 20ാമത്തെ വയസ്സിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. പൊതുവെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുള്ള ഒരു സമൂഹത്തിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. വൈദ്യശാസ്ത്രത്തിന്റെ സേവനങ്ങൾ എത്താതിരുന്ന ഗ്രാമീണ മേഖലകളിൽ അക്കാലത്ത് സ്ത്രീകളുടെ ശരാശരി ആയുസ് 24 വയസ്സ് മാത്രമായിരുന്നു. സ്ത്രീകൾക്ക് ചികിത്സ ലഭിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം പുരുഷന്മാർ സ്ത്രീകളെ ചികിത്സിക്കാൻ പാടില്ല എന്ന അനാചാരം അക്കാലത്ത് നിലനിന്നിരുന്നതിനാലാണ്. വൈദ്യശാസ്ത്ര പഠനം നടത്തിയ സ്ത്രീകളാരും തന്നെ അക്കാലത്തുണ്ടായിരുന്നുമില്ല. പ്രസവത്തോടെ സ്ത്രീകൾ മരണപ്പെടുന്ന ഭീതികരമായ അവസ്ഥയായിരുന്നു ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ. 1894 ഒരു രാത്രി നേരത്ത് ഇടയും പിതാവും താമസിക്കുന്ന ദിണ്ടിവനത്തെ ഭവനത്തിലേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നു. കലശലായ പ്രസവവേദന അനുഭവിക്കുന്ന അയാളുടെ ഭാര്യയെ സഹായിക്കാനായി ഇടയെ കൂട്ടിക്കൊണ്ടുപോകാനായിരുന്നു ആ മനുഷ്യൻ അന്ന് അവിടെ എത്തിയത്. ജോൺ സ്കഡർ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ അത് നിരാകരിച്ചു. വൈദ്യപഠനം നടത്താത്ത ഇട തന്റെ നിസ്സഹായതയും അറിയിച്ചു. അന്ന് രാത്രിയിൽ തന്നെ വേറെ 2 പുരുഷന്മാരും ഇതേ ആവശ്യവുമായി അവിടെ എത്തി. എന്നാൽ ചികിത്സാ പരിചയമില്ലാത്ത ഇടയ്ക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്നാണ് അറിയുന്നത് തലേദിവസം രാത്രിയിലെത്തിയ 3 പേരുടെയും ഭാര്യമാർ മരണപ്പെട്ടുവെന്ന്. ഇടയ്ക്ക് വലിയ നിരാശയും കുറ്റബോധവും തോന്നി. വൈദ്യശാസ്ത്രം പഠിക്കാൻ അവർ തീരുമാനിച്ചു. അമേരിക്കയിലേക്ക് തിരിച്ചുപോയ അവർ കോർണൽ മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ ബിരുദമെടുത്തു. അക്കാലത്ത് മെഡിക്കൽ ബിരുദമെടുക്കുന്ന വളരെ ചുരുക്കം വനിതകളിൽ ഒരാളായിരുന്നു ഇഡാ സ്കഡർ. 1900 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഇഡ തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന ഗ്രാമത്തിൽ ഒരു ക്ലിനിക് ആരംഭിച്ചു. തന്റെ മരിച്ച ഭാര്യയുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാനായി ഒരാൾ നൽകിയ 10,000 രൂപയായിരുന്നു മൂലധനം. ഈ തുക കൊണ്ട് ഒരു ബെഡ് മാത്രമുള്ള സ്ത്രീകൾക്ക് മാത്രമായുള്ള ക്ലിനിക്കായിട്ടായിരുന്നു തുടക്കം. 1902 ആയപ്പോൾ 40 കിടക്കകളുള്ള ആശുപത്രിയായി വളർന്നു. ഗ്രാമപ്രദേശത്തെ പെൺകുട്ടികളെ നഴ്സിംഗ് പരിശീലിപ്പിച്ചു. 1918 പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു മെഡിക്കൽ പഠന കേന്ദ്രം തുറന്നു. ഇഡാ സ്കഡറുടെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ മഹാത്മാഗാന്ധി 1928 വെല്ലൂരിലെത്തി ആശുപത്രി സന്ദർശിച്ചു. 1945 വരെയും സ്ത്രീകൾക്ക് മാത്രമായിരുന്നു ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. 1952 ലോകത്തെ ഏറ്റവും മികച്ച വനിതാ ഡോക്ടർക്കുള്ള പുരസ്കാരമായ എലിസബത്ത് ബ്ലാക്ക്ഫിൽ അവാർഡ് ഇഡാ സ്കഡറെ തേടിയെത്തി. 1960 ഇഡാ സ്കഡർ മരണപ്പെട്ടു. ഇഡാ സ്കഡറുടെ മഹത്തായ ദൗത്യം ഇന്ന് വളർന്നു പന്തലിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ആതുരാലയമായ CMC വെല്ലൂരായി പരിണമിച്ചു. ഇന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 3000-ഓളം ബെഡുകളും 1656 ഡോക്ടർമാരും 2646 നഴ്സുമാരും അടക്കം 9066 പേരാണ് തൊഴിലെടുക്കുന്നത്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്നു. മെഡിക്കൽ സംബന്ധമായ 175 കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇഡാ സ്കഡർ എന്ന മഹതിയുടെ ശ്രേഷ്ഠമായ ദൗത്യത്തിന് പ്രേരണയായത് ഒരു രാത്രിയിൽ താൻ അനുഭവിച്ച നിസ്സഹായാവസ്ഥയാണ്. ഇച്ഛാശക്തിയുള്ളവർക്ക് ഏതൊരു പോരായ്മയെയും പരിഹരിച്ച് മുന്നേറാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇഡാ സ്കഡറുടെ ജീവിതം.